ഇന്ന് നമ്മൾ ജീവിക്കുന്നത് മഹത്തായ ജ്യോതിശാസ്ത്ര നേട്ടങ്ങളുടെ കാലഘട്ടത്തിലാണ്. നമ്മുടെ കണ്ണുകൾ എന്ന പോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ദൂരദർശിനികൾക്ക് നമുക്ക് നന്ദി പറയാം. 5000-ത്തിലും അധികം വിദൂരതയിലുള്ള ലോകങ്ങൾ ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ പലതും അതിശയകരവും അമൂല്യവും ദുരൂഹവുമാണ്. ചിലത് അത്യന്തം അപകടകരമാണ്. ചില ഗ്രഹങ്ങൾ ഒരേ സമയം 2 അല്ലെങ്കിൽ 3ഓളം നക്ഷത്രങ്ങളാൽ പ്രകാശിതമാണ്. ഇതേ സമയത്ത് തന്നെ മറ്റു പലതും ശാശ്വതമായ ഇരുണ്ട ബഹിരാകാശത്തിനുള്ളിൽ മറഞ്ഞു കിടക്കുകയുമാണ്. ചില ലോകങ്ങൾ അവരുടെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നമ്മിൽ ഭീതി ഉളവാക്കുന്നു. മറ്റുള്ളവ വിചിത്രമായ പ്രത്യേകതകളാൽ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രപഞ്ചത്തിലുള്ള ഈ വിചിത്ര ലോകങ്ങൾ കാണാൻ പോവുകയാണ്. രണ്ടായിരത്തി ഹാലോവിനിന് തൊട്ട് മുൻപ് നാസ ഏറ്റവും ഭയാനകമായ ലോകങ്ങളുടെ പട്ടിക തയ്യാറാക്കി. അവയിൽ 6 എക്സോ പ്ലാനറ്റുകളെ ഉൾപ്പെടുത്തി. ഈ വസ്തുക്കളിൽ ഓരോന്നിൻ്റെയും പരിസ്ഥിതികൾ ഏതൊരു ജീവജാലത്തിനും അങ്ങേയറ്റം കഠിനമാണ്. അവിടെ ജീവിക്കുന്നത് പോയിട്ട് ആ ഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും മാരകമാണ്. പട്ടികയിൽ ആദ്യത്തെ വസ്തു ഒരു കറുത്ത വാതക ഭീമനാണ്, TRES-2b. ഈ ആകാശവസ്തു നമ്മിൽ നിന്നും 718 പ്രകാശവർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു മഞ്ഞക്കുള്ളൻ നക്ഷത്രമായ TRES-2വിനെയാണ് ഭ്രമണം ചെയ്യുന്നത്. TRES-2bയുടെ ഉപരിതലത്തിൻ്റെ രാസഘടനയിലെ ചില സവിശേഷ ഗുണങ്ങൾ കാരണം നമുക്കതിനെ സൂക്ഷ്മമായി തന്നെ പരിശോധിക്കാം. എല്ലാ പ്രകാശത്തിൻ്റെയും 99% അധികം അത് ആഗിരണം ചെയ്യുന്നു. ഈ ഒരു സ്വഭാവം ഇപ്പോഴും പരമരഹസ്യമായി തുടരുകയാണ്. സമാനമായ ഒരു വസ്തുവിലും മുൻപ് നമ്മൾ ഒരിക്കലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ചില രാസപ്രവർത്തനങ്ങൾ ഉപരിതലത്തിൽ നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതാണ് ഈ വാതക ഭീമനെ ഇന്നത്തെ ജ്യോതിശാസ്ത്ര ഭൂപടത്തിൽ ഏറ്റവും ഇരുണ്ട എക്സോ പ്ലാനറ്റാക്കി മാറ്റുന്നത്. 2006 ഓഗസ്റ്റ് മാസം 21 ഇതിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചു. വർഷങ്ങൾക്ക് ശേഷം നടത്തിയ പഠനങ്ങളിലൂടെ TRES-2bയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. ഈ ഗ്രഹത്തിൻ്റെ മാസ് 1.2 വ്യാഴ മാസാണ്. ഇതിൻ്റെ ആരം വ്യാഴത്തിൻ്റെ 1.27 മടങ്ങാണ്. ഇതിൻ്റെ അന്തരീക്ഷം 1000 ഡിഗ്രി സെൽഷ്യസ് വരെ ചുട്ടു പൊള്ളുന്നതാണ്. ഇത് എക്സോ പ്ലാനറ്റിന് ആംബർ പോലുള്ള മങ്ങിയ ചുവന്ന തിളക്കം നൽകുന്നു. ഇതിൻ്റെ ഇരുണ്ട രൂപമുണ്ടായിട്ടും TRES-2bയെ പ്രപഞ്ചത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലം എന്ന് വിളിക്കുവാൻ കഴിയില്ല. ബഹിരാകാശത്ത് ഇതിലും ഭയാനകമായ വസ്തുക്കൾ പതിയിരിപ്പുണ്ട്. അതിനേക്കാൾ ഭയാനകമായ ചില വസ്തുക്കളിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ മറ്റൊരു വാസയോഗ്യമല്ലാത്ത ലോകത്തെ പരിചയപ്പെടാം. ഇത് സൂര്യനെപ്പോലുള്ള ഒരു നക്ഷത്രത്തിൻ്റെ വ്യവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 55 കാൻക്രി E. ഈ ആകാശവസ്തു 2004 ഓഗസ്റ്റ് മാസം 30 ഡോപ്ലർ സ്പെക്ട്രോസ്കോപ്പി രീതി ഉപയോഗിച്ചാണ് കണ്ടെത്തിയത്. നമുക്കതിനെ കൂടുതൽ വിശദമായി കാണാം. ഗ്രഹത്തിൻ്റെ മാസ് ഏകദേശം 8 ഭൗമപിണ്ഡത്തിന് തുല്യമാണ്. ഇതിൻ്റെ ആരം ഭൂമിയുടെ 1.875 മടങ്ങാണ്. ഈ ഗ്രഹം നക്ഷത്രവുമായി ടൈഡ്ലി ലോക്ക്ഡാണ്. അതുകൊണ്ട് ഒരു വശം എല്ലായ്പ്പോഴും പകൽ സമയവും മറുവശത്ത് നിത്യം രാത്രിയുമായിരിക്കും. അതുകൊണ്ടാണ് ആതിഥേയ നക്ഷത്രത്തെ അഭിമുഖീകരിക്കുന്ന വശം എപ്പോഴും 2400 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്ന താപനിലയിലേക്ക് ചൂടാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി വശത്തെ താപനില 1300 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഗ്രഹത്തിനും അതിൻ്റെ മാതൃനക്ഷത്രത്തിനും ഇടയിലുള്ള ദൂരം വെറും 0.018 ജ്യോതിശാസ്ത്ര യൂണിറ്റുകൾ അകലെയായതിനാലാണ് ഈ മൂല്യങ്ങൾ ഇത്രയും ഉയർന്നത്. ഈ ഗ്രഹത്തിൽ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇത് വലിയ തോതിൽ പൊടിപടലങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇതിൻ്റെ മേഘങ്ങൾ താപത്തെ പിടിച്ചു നിർത്തുകയും അത് ബഹിരാകാശത്തേക്ക് രക്ഷപ്പെടുന്നത് ഫലപ്രദമായി തടയുകയും ചെയ്യുന്നു. ഗ്രഹത്തിൻ്റെ പരിക്രമണ കാലയളവ് 18 മണിക്കൂറിൽ താഴെയാണ്. അന്തരീക്ഷ ഘടനയിൽ ഹീലിയവും ഹൈഡ്രജനും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വലിയ അളവിൽ കാർബണുമുണ്ട്. ആകസ്മികമായി ഈ മൂലകം ഗ്രഹത്തിൻ്റെ ഉള്ളിൽ ഗ്രാഫൈറ്റിൻ്റെയും വജ്രത്തിൻ്റെയും കട്ടിയുള്ള പാളികൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഗ്രഹം അതിൻ്റെ ആതിഥേയ നക്ഷത്രത്തിൻ്റെ ഗ്രഹവ്യവസ്ഥയിലെ ഒരേ ഒരു വസ്തുവല്ല. ഇതിനെ പരിക്രമണം ചെയ്യുന്ന മറ്റ് 4 ആകാശ വസ്തുക്കളുമുണ്ട്. അവയിലെ പരിസ്ഥിതികൾ ജീവന് ഒട്ടും അനുയോജ്യമല്ലാത്തതാണ്. ഈ സിസ്റ്റത്തിൽ നിന്നും വളരെ വ്യത്യസ്തവും അതീവ ഭീകരവുമായ മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതിനെ പോൾട്ടർഗസ്റ്റ് അല്ലെങ്കിൽ
PSR 1257+12c എന്ന് വിളിക്കുന്നു. ഇതൊരു പൾസാർ സിസ്റ്റത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എക്സോ പ്ലാനറ്റാണ്. ഗോളവസ്തു സിസ്റ്റത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും വെറും 0.36 ജ്യോതിശാസ്ത്ര യൂണിറ്റുകൾ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പൾസാർ രൂപപ്പെടുന്നതിന് മുൻപ് സംഭവിച്ചിരിക്കേണ്ട ഒരു സൂപ്പർ നോവയെ പോൾട്ടർഗസ്റ്റ് അതിജീവിച്ചില്ലായിരുന്നു എന്ന് ഇത് കാണിക്കുന്നു. തൽഫലമായി സ്ഫോടനത്തിന് ശേഷം അവശേഷിച്ച നെബുലയിൽ നിന്നും വരുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഈ ഭീമാകാരമായ സംഭവത്തിന് ശേഷം എക്സോ പ്ലാനറ്റ് രൂപപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു സിദ്ധാന്തമനുസരിച്ച് 2 വെളുത്ത കുള്ളന്മാരുടെ ലയനത്തിന് ശേഷം പൾസാർ രൂപപ്പെട്ടിരിക്കാം. ഒരു സൂപ്പർനോവയിൽ നിന്നും വ്യത്യസ്തമായി ഈ പ്രക്രിയ എല്ലായ്പ്പോഴും അതിശക്തമായൊരു വിസ്ഫോടനത്തിനോടൊപ്പമല്ല നടക്കുന്നത്. നമ്മൾ കണ്ടെത്തിയ ഇത്തരത്തിലുള്ള ആദ്യത്തെ വസ്തു ആയതിനാൽ ശാസ്ത്രലോകത്തിന് ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയില്ല. ഇതിലെ എക്സോ പ്ലാനറ്റ് ഭൂമിയിൽ നിന്നും 2300 പ്രകാശവർഷങ്ങൾ അകലെയാണ്. അതിൻ്റെ മാസ് നമ്മുടെ ഗ്രഹത്തിൻ്റെ ഏകദേശം 4 ഇരട്ടിയാണ്. അതിൻ്റെ പരിക്രമണ കാലയളവ് ഏകദേശം 66 ദിവസങ്ങളാണ്. ആകസ്മികമായി പൾസാർ പുറപ്പെടുവിക്കുന്ന അതിശക്തമായ വികിരണം ഇതിൻ്റെ സിസ്റ്റത്തിലെ നിഗൂഢമായ ഈ എക്സോ പ്ലാനറ്റിനെ സമീപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബഹിരാകാശ പേടകത്തെയും തകർക്കുവാൻ പര്യാപ്തമാണ്. ഈ ഗുണങ്ങളെല്ലാം കണക്കിലെടുത്താലും ഈ സിസ്റ്റത്തെ സമീപിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും അപകടകരമായ എക്സോ പ്ലാനറ്റായി ഇതിനെ യഥാർത്ഥത്തിൽ വിശേഷിപ്പിക്കാനുമാവില്ല. ഈ ആകാശവസ്തു നശിപ്പിക്കപ്പെട്ടേക്കാം. എന്നാൽ നമ്മൾ ഇനി കാണാൻ പോകുന്ന വസ്തുവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇത് ബാഷ്പീകരിക്കപ്പെട്ടു പോകും. ഈ പ്രഭാവത്തിന് കാരണം കെപ്ലർ 70bയുടെ വളരെ ഉയർന്ന താപനിലയാണ്. ഇത് നമുക്കറിയാവുന്ന ഏറ്റവും ചൂടേറിയ എക്സോ പ്ലാനറ്റാണ്. ഈ വസ്തു കുള്ളൻ നക്ഷത്രമായ കെപ്ലർ 70നെ ചുറ്റുന്നു. നമ്മുടെ സൂര്യൻ്റെ ഉപരിതല താപനിലയേക്കാൾ ഉയർന്ന് 6800 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതെത്തും. വസ്തുവിൻ്റെ മാസ് 0.44 ഭൗമപിണ്ഡത്തിന് തുല്യമാണ്. ഇതിൻ്റെ ആരം ഭൂമിയുടെ 0.76 മടങ്ങാണ്. ഈ ആകാശവസ്തുവിൻ്റെ പരിക്രമണ കാലയളവ് 345 മിനിറ്റാണ്. അതായത് ഇവിടെ ഒരു ദിവസം 6 മണിക്കൂറിൽ താഴെയാണ്. രസകരമെന്ന് പറയട്ടെ, എക്സോ പ്ലാനറ്റ് പതിവായി കെപ്ലർ 70c സിസ്റ്റത്തെ മറ്റൊരു വസ്തുവിനെ കടന്നു പോകുന്നു. ഇന്നത്തെ കണക്കുകൂട്ടലുകൾ വെച്ച് ഇവ തമ്മിലുള്ള അകലം 2,40,000 കിലോമീറ്ററുകൾ മാത്രമാണ്. ബഹിരാകാശത്ത് ഗ്രഹങ്ങൾ പരസ്പരം കടന്നു പോകുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ദൂരമാണിത്. കെപ്ലർ 70bയിലെ വളരെ ഉയർന്ന താപനില കണക്കിലെടുക്കുമ്പോൾ ഈ വസ്തു ഒരിക്കൽ അതിൻ്റെ മാതൃനക്ഷത്രത്തിൻ്റെ ഭാഗമായിരിക്കാം എന്നും കരുതപ്പെടുന്നു. എന്നാൽ ഇത് സ്ഥിരീകരിക്കുവാൻ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ്. ഒരു എക്സോ പ്ലാനറ്റിൻ്റെ പദവി നൽകുവാൻ ഇത് അർഹനാണോ എന്നത് ഇപ്പോഴും ഒരു തുറന്ന ചോദ്യമായി തന്നെ തുടരുന്നു. കെപ്ലർ 70b മാത്രമല്ല അതിൻ്റെ മാതൃനക്ഷത്രവുമായി വളരെ അടുത്ത് ഇടപഴകുന്ന ഒരേ ഒരു ആകാശവസ്തു എന്ന് പറയേണ്ടതാണ്. സമാനമായ അവസ്ഥയിലുള്ള മറ്റൊരു വസ്തു WASP-12b എന്നറിയപ്പെടുന്ന എക്സോ പ്ലാനറ്റാണ്. ഈ ആകാശഗോളത്തിൻ്റെ ദൂരം നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും 870 പ്രകാശവർഷങ്ങൾ അകലെയാണ്. ഇതിൻ്റെ ആരം വ്യാഴത്തിൻ്റെ 1.93 മടങ്ങോളമാണ്. ഇതിൻ്റെ മാസ് വ്യാഴത്തിൻ്റെ 1.46 മടങ്ങിന് തുല്യവുമാണ്. ഈ സാമീപ്യം കാരണം WASP-12b അതിൻ്റെ മാതൃനക്ഷത്രത്തിൽ നിന്നും വെറും 0.03 ജ്യോതിശാസ്ത്ര യൂണിറ്റുകൾ മാത്രം അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എക്സോ പ്ലാനറ്റിന് 2200 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുണ്ട്. ആതിഥേയ നക്ഷത്രത്തിൻ്റെ വളരെ ശക്തമായ ഗുരുത്വാകർഷണം പതിയെ WASP-12bയെ ആഗിരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ എക്സോ പ്ലാനറ്റ് പരിപൂർണമായും നശിപ്പിക്കപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഈ എക്സോ പ്ലാനറ്റിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ആഴത്തിൽ പരിശോധിക്കില്ല. ഇത്തരത്തിലുള്ള ലോകങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് ശാസ്ത്രജ്ഞരുടെ മുൻഗണനാ പട്ടികയിലേ ഇല്ല. എന്നിരുന്നാലും ഈ വസ്തുക്കളിൽ ചിലത് ശരിക്കും സവിശേഷമാണ്. വളരെ ലളിതവും സാധാരണവുമായ ലോകങ്ങൾ പോലുള്ള സവിശേഷതകൾ. ഈ ആകാശഗോളങ്ങൾക്ക് മുകളിലൂടെ പറക്കുമ്പോൾ ഒറ്റനോട്ടത്തിൽ തോന്നുന്നതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുന്നതായി കാണാം. HD 189733b ഉദാഹരണത്തിന്, ഈ ആകാശഗോളത്തിൻ്റെ മുകളിലൂടെ പറന്നു പോകുമ്പോൾ അത് നമ്മുടെ ഭൂമിയുടെ സാമ്യമുള്ളതിനാൽ ഒരാൾക്ക് അതൊരു സുരക്ഷിത ഗ്രഹമാണ് എന്ന് കരുതാം. പക്ഷേ അതിൻ്റെ അന്തരീക്ഷത്തിൻ്റെ നിലവാരത്തിലേക്ക് താഴുമ്പോൾ ഒരാൾക്ക് ജീവൻ അപകടത്തിലാകുന്ന ചില അപകടങ്ങൾക്ക് വിധേയനാകേണ്ടി വരും. വസ്തുവിൻ്റെ കാറ്റ് സിലിക്കേറ്റ് കണികകൾ വഹിക്കുകയും മണിക്കൂറിൽ 8700 കിലോമീറ്റർ വേഗത കൈവരിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഈ ഗ്രഹത്തിലെ മഴ ഉരുകിയ ഗ്ലാസിൻ്റെ അവശിഷ്ടങ്ങൾക്ക് കാരണമാകുന്നു. ഇത്തരം അപകടകരമായ കാലാവസ്ഥയുടെ കാരണങ്ങൾ വളരെ ഉയർന്ന താപനിലയും
അന്തരീക്ഷത്തിൻ്റെ പ്രത്യേക രാസഘടനയുമാണ്. എക്സോ പ്ലാനറ്റിൻ്റെ പരിക്രമണ കാലയളവിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഏകദേശം 2.5 ദിവസങ്ങൾ മാത്രമാണ്. കൂടാതെ ഈ ഗ്രഹം അതിൻ്റെ മാതൃനക്ഷത്രവുമായി ടൈഡലി ലോക്ക്ഡ് ആകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭീകരത അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? ഈ ഗ്രഹം തിളക്കമുള്ള ഒരു വാതക ഭീമനാണ്. വൾപെഗുല നക്ഷത്ര സമൂഹത്തിൽ ഒരു ഓറഞ്ച് കുള്ളനെ പരിക്രമണം ചെയ്യുന്ന ഇത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും വെറും 63 പ്രകാശവർഷങ്ങൾ മാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രഹത്തിൻ്റെ വ്യാസം വ്യാഴത്തിൻ്റെ 1.1 മടങ്ങാണ്. ഇതിൻ്റെ മാസ് വ്യാഴത്തിൻ്റെ 1.13 മടങ്ങാണ്. രസകരമെന്ന് പറയട്ടെ, ഈ ഗ്രഹത്തിനും ഇതിൻ്റെ നക്ഷത്രത്തിനും ഇടയിലുള്ള ദൂരം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തേക്കാൾ ഒരുപാട് മടങ്ങ് കുറവാണ്. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അത് വെറും 5 ദശലക്ഷം കിലോമീറ്ററുകൾ മാത്രമാണ്. പകൽ സമയത്ത് ഇതിൻ്റെ സ്ഥിരതയാർന്ന ഉപരിതല താപനില 930 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. രാത്രിയിൽ താപനില ഒരിക്കലും 425 ഡിഗ്രി സെൽഷ്യസിൽ താഴാറുമില്ല. കണ്ടെത്തിയ ഉടൻ തന്നെ ഈ ആകാശഗോളത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിച്ചു. 2007 ഹബിൾ ടെലസ്കോപ്പിലൂടെ ലഭിച്ച ഡേറ്റകൾ പ്രകാരം HD 189733b എന്ന ഈ ഗ്രഹത്തിന് ഒരു മൂടൽമഞ്ഞുള്ള അന്തരീക്ഷമുണ്ട് എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഗ്രഹം ഭൂമിയിലെ നിരീക്ഷകനും അതിൻ്റെ നക്ഷത്രത്തിനും ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ അന്തരീക്ഷം ചുവപ്പ് കലർന്ന നിറമായി കാണപ്പെടുന്നു. അന്തരീക്ഷത്തിലെ മൂടൽമഞ്ഞ് മൂലമാകാം ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്. പ്രാഥമിക കണക്കുകൂട്ടലുകൾ പ്രകാരം ഇതിന് ഇരുമ്പ് സിലിക്കേറ്റുകളുടെയും അലുമിനിയം ഓക്സൈഡിൻ്റെയും കണികകൾ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഹബിൾ ടെലസ്കോപ്പിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജലനീരാവി, ന്യൂട്രൽ ഓക്സിജൻ, ഒരു ഓർഗാനിക് മീഥൈൻ സംയുക്തം എന്നിവ അടങ്ങിയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുവാൻ ശാസ്ത്രജ്ഞരെ സഹായിച്ചു. അധിക അന്വേഷണങ്ങൾ ഗ്രഹത്തിൻ്റെ പകൽവശത്ത് കാർബൺ മോണോക്സൈഡിൻ്റെ സാന്നിധ്യവും വെളിപ്പെടുത്തി. എന്നിരുന്നാലും മിക്ക ചോദ്യങ്ങൾക്കും കാരണമായത് ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ അസാധാരണമായ ഒരിനം മീഥൈൻ്റെ അംശം വെളിപ്പെടുത്തിയ അന്വേഷണങ്ങളുടെ ഫലമായിരുന്നു. ഇൻഫ്രാറെഡ് ശ്രേണിയിൽ വൈദ്യുത കാന്തിക വികിരണം പുറപ്പെടുവിക്കുമ്പോൾ ഈ രാസമൂലകം ഒരു പ്രത്യേക ഫ്ലൂറസെൻ്റ് അവസ്ഥയിലാണ് എന്ന് കാണിച്ചു. ഈ പദാർത്ഥത്തിൻ്റെ അവസ്ഥ എക്സോ പ്ലാനറ്റിൻ്റെ അന്തരീക്ഷത്തിലെ ചില അജ്ഞാത പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത് ഇപ്പോഴും കണ്ടെത്തേണ്ടതുണ്ട്. അസാധാരണമായ കഠിനമായ അന്തരീക്ഷമുള്ള ഒരു എക്സോ പ്ലാനറ്റിനെ പോലെയുള്ള ഒരു വസ്തുവിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവിടെ നടക്കുന്ന ചില പ്രക്രിയകളെക്കുറിച്ച് അപ്രതീക്ഷിത ഫലങ്ങൾ ലഭിക്കാവുന്ന ഒരു സാഹചര്യമാണിത്. ഇത്രയും ഭയാനകമായ ലോകങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇവയെല്ലാം നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ പ്രപഞ്ചം നാം കരുതുന്നതിലും എത്രയോ അത്ഭുതകരവും നിഗൂഢവുമാണ്. ജീവന് ഒട്ടും അനുയോജ്യമല്ലാത്ത അതിശക്തമായ ചൂടും വികിരണങ്ങളും ഭീകരമായ കാലാവസ്ഥയും നിറഞ്ഞ ലോകങ്ങൾക്കിടയിലാണ് നമ്മുടെ ഭൂമി നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്യഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഓരോ പുതിയ കണ്ടെത്തലുകളും നമ്മുടെ സ്വന്തം ഗ്രഹത്തിൻ്റെയും അപൂർവതയും മഹത്വവും കൂടുതൽ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. പ്രപഞ്ചത്തിൽ ഇനിയും കോടിക്കണക്കിന് ലോകങ്ങൾ കണ്ടെത്താനുണ്ട്. അവയിൽ എന്തൊക്കെ രഹസ്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നത് നമുക്കിപ്പോഴും അറിയില്ല. ഒരുപക്ഷെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രഹസ്യം ഈ വിശാലമായ പ്രപഞ്ചത്തിൽ ഭൂമിക്ക് പുറമെ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ എന്നതായിരിക്കും. ആ ഉത്തരത്തിനായുള്ള മനുഷ്യരാശിയുടെ അന്വേഷണം ഇനിയും തുടരുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.